If you work on practical, you will get to know the main exposure when you go out. Hello all. ഇത് നമ്മുടെ കൂടെ സ്റ്റുഡന്റ് ടോക്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന അഭിലാഷ് ആണ്. അഭിലാഷ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ഇയർ മീഡിയ പ്രൊഡക്ഷൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് അവൻ ഒരു ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജാക്സൺ ജെയിംസ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി ഫേമിലാണ് ഒരു വലിയ സെലക്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു സ്റ്റുഡന്റ് ലെവലിൽ നിന്നും ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് മാറിയപ്പോൾ അവന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ അവന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, നമുക്ക് അവൻ തന്നെ പറയുന്നൊന്ന് കേട്ട് നോക്കിയാലോ. ഹായ്, ഐ എം അഭിലാഷ്. ഞാൻ ഇവിടെ 1 ഇയർ മീഡിയ പ്രൊഡക്ഷൻ കോഴ്സ് പഠിക്കുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഇന്റേൺഷിപ്പ് കിട്ടി. അതും ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ അതിൻ്റെ ഉള്ള ഒരു ഇന്റേൺഷിപ്പ് കിട്ടിയത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് തിങ് ആയിരുന്നു. ഫാക്കൽറ്റീസ് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ദേ യൂസ് ടു കം ടുഗെദർ വിത്ത് അസ് ആൻഡ് ഹെൽപ്പ് അസ് ഔട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഫോട്ടോസ് എടുത്താലും അതിൻ്റെ ലൈറ്റിംഗ് ടെക്നിക്സ്, പിന്നെ അതിൻ്റെ കമ്പോസിഷൻ, പിന്നെ അതിൻ്റെ സ്റ്റൈലിംഗ്, അതൊക്കെ പറഞ്ഞു തരാനും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് ലൈക്ക് നമ്മുടെ പുറകിൽ വരൂല, നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ലൈക്ക് ദിൽ ടീച്ചേഴ്സ് ആർ ഹൗ ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് ഔട്ട്. ഇവിടുത്തെ ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ലൈക്ക് മെയിൻലി ഇൻ ടു പ്രാക്ടിക്കൽസ് ആണ്. സോ അത് കാരണം എനിക്ക് ജാക്സൺ ജെയിംസിൽ പോയിട്ട് അവിടുത്തെ സോർട്ടിംഗ് ആയിരുന്നു ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇസ് എ സെലക്ഷൻ പ്രോസസ്സ്. സോ ഒരു 41,000 ഫോട്ടോസ് ആയിരുന്നു ആദ്യത്തെ സെലക്ഷൻ പ്രോസസ്സിലുണ്ടായിരുന്നത്. 2 കാറ്റഗറി ഓഫ് സെലക്ഷൻ ഉണ്ടായിരുന്നു. സോ ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇന്റേൺഷിപ്പിന് അവർ അപ്രൂവ് ചെയ്തത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് കാരണം മെയിനായിട്ട് അവിടെ കുറേ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിക്സൽ ടൂൺസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളും ലൈക്ക് ദേ മെയിൻലി ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽസ്. നമ്മൾ തിയറി മാത്രം പഠിച്ച് വരുന്നേക്കാളും ബെസ്റ്റ് ആയിരിക്കും. ലൈക്ക് if you work on practicals, you will get to know the main exposure when you go out. So അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.